ഇതാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന ഗോവ സമ്പർക്രാന്തി എക്സ്പ്രസ് 12,449. വേറൊരു സംഭവമുണ്ട്. ഞങ്ങൾ കാസർഗോഡ് നിന്ന് മഡ്ഗാവിലേക്ക് വന്നത്, ഗോവയിലേക്ക് വന്നത് മംഗളയിലാണ്. എന്നിട്ട് ഗോവയിൽ പുലർച്ചെ 3 മണിക്കെത്തി. അതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ രാവിലെ 11:20 മംഗളക്കല സമ്പർക്രാന്തിക്കാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയത്. വേറെ സംഭവം എന്ന് വെച്ചാൽ 3 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ ഞങ്ങൾ കയറിയത് 11:20 മംഗള 3 മണിക്ക് അവിടെ നിന്ന് വിട്ട്, ഒരു 3:10 ഗോവയിൽ നിന്ന് വിട്ട്. പക്ഷേ ഇവിടെ നിസാമുദ്ദീനിൽ ഞങ്ങൾ വന്ന വണ്ടി എത്തിയതും പിന്നെ നിസാമുദ്ദീൻ എത്തിയതും വെറും 10 മിനിറ്റ് ഡിഫറൻറ്റിൽ, അഥവാ 8 മണിക്കൂർ ഡിഫറൻറ്റിൽ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി കയറിയതാണ്. എന്നിട്ട് ആ 2 വണ്ടി ഇവിടെ എത്തിയത് വെറും 10 മിനിറ്റ് ഡിഫറൻറ്റിൽ. എങ്ങനെയുണ്ട് മംഗളത? ഇവിടെ താഴെ എവിടെയോ ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ 8 മണിക്കൂർ മുമ്പ് എന്താ മംഗളത ഇവിടെ കിടക്കുന്നത്, വെറും 10 മിനിറ്റ് എത്തിയിട്ട്. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് നല്ല സീറ്റും കിട്ടി. മംഗളയിൽ ഗോവരെ ഉണ്ടായിട്ടുള്ളൂ. നല്ല ഹെവി തിരക്കോട്ടെ ഇവിടെയൊക്കെ. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ബാറ്ററി വണ്ടിയിൽ നിസാമുദ്ദീൻ ദർഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 20 രൂപ. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴേക്ക് 2 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ തപ്പി പിടിച്ച് നടക്കണം, ബസ് നോക്കണം, അല്ലെങ്കിൽ നടക്കണം, കുറേ പണിയുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തേണ്ടതുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക്. കുറേ അന്വേഷണം എടുക്കാനും സമയമില്ല. അത് പിന്നെ പെർഫെക്റ്റ് 20 അല്ലേ, ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. റെയിൽവേൻ്റെ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് വന്നു. ഇവിടെയും കുറേ ടാക്സികളാണ്. മിക്കവാറും ഊബർ മറ്റേക്കായിരിക്കും, ഓട്ടം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കുറേ ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ വന്ന ഇലക്ട്രിക് വണ്ടി. ഇനി ഞങ്ങളങ്ങനെ ഫൈനലി നിസാമുദ്ദീൻ ദർഗയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നിസാമുദ്ദീൻ വലിയ ദർഗയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവിടുത്തെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. എൻ്റെ മോനെ ഒരു ഓടി പോകുന്നത്. ഞാൻ നോട്ടം വെച്ച സാധനത ഇതാണ് BM. BMൻ്റെ പൊള്ളി സാധനം. ഓ നിസാമുദ്ദീൻ ഔലിയ ദർഗയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇനി ജമാ മസ്ജിദിലേക്ക് പോകണം. അവിടുന്ന് ചെറുതായിട്ട് ചെറിയൊരു പർച്ചേസിങ് നടത്തണം. അവിടുന്ന് അടുത്ത ബസ്സുണ്ട് മണാലിയിലോട്ട്. മണാലിയിലേക്ക് പോകുന്നതിനേക്കാളും ചെറിയൊരു ജാക്കറ്റും ഗ്ലൗസുകളൊക്കെ വാങ്ങണ്ടേ. വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും ഒരു ധൈര്യത്തിന്. അപ്പോൾ അതിന് വേണ്ടി പർച്ചേസിങ്ങിന് വേണ്ടി അങ്ങോട്ട് പോവാണ്. ഇവിടെ ബസ് സ്റ്റാൻഡിൽ ബസ്സും കാത്ത് നിൽക്കുകയാണ്. എല്ലാവരും അവിടെ ഉണ്ട്. നല്ല ഓടുത്തു എന്താ ഇവിടെ നല്ല അടിപൊളി ഫുഡും കഴിച്ച് ഇവിടെ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. വെയിറ്റ് ചെയ്യുന്നത് മടിയിലിട. കാരണം ഇതിൽ പോകുന്ന വണ്ടികളൊക്കെ എൻ്റെ പൊന്നെ ഇത് നോക്കണ്ട. റിക്ഷയൊക്കെ അതാ പറഞ്ഞു ആയിട്ടുള്ള അപ്പോഴേക്ക് ഇതാ ഒരു സാധനം വരുന്നു. ഇവിടെ എത്ര വന്നാലും മടുക്കും തോന്നുന്നില്ല കേട്ടോ. എനിക്ക് മടുക്കൂല. അത്രയും ലക്ഷറി വണ്ടികളാണ് വരുന്നില്ല. എൻ്റെ പൊണ്ണ് 2 വെൽഫെയർ ഒന്നിച്ച് 1 2 ഇതോ കമ്പനി വണ്ടികളാന്ന് തോന്നുന്നു. 2 ഒന്നിച്ച്. അപ്പോൾ എനിക്കുള്ള ബസ് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അതുവരെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗയിൽ നിന്ന് റെഡ് ഫോർട്ട് ഒരാൾക്ക് 15 രൂപ. അപ്പോൾ 4 ആൾ 60 രൂപ. ഇതാണ് ഇലക്ട്രിക്കിൻ്റെ AC ബസ്സാണ്. അതോ ട്രാഫിക്കിൽ കൂടി കിടക്കും. ഇതിൻ്റെ ബാക്കിലേക്ക്
ഫൈനലി റെഡ് ഫോർട്ടിലേക്ക് എത്തി. വേറെ വലിയ കോമഡി ഉണ്ട് ഇവിടെ. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, കയറുമ്പോഴേ കയറുന്നൊക്കെ വേണ്ടിയിട്ട്. എവിടെതാ എല്ലാവരും ഇതിലേക്ക് കയറിയിരുന്നു. കുറച്ച് മുമ്പ് ഒരു ബോംബ് സ്ഫോടനമൊക്കെ നടന്നതാ അതാ ഇവിടെ ആയിരുന്നു. അത് കാരണം തോന്നുന്നു അപ്പുറത്തുള്ള എൻട്രൻസ് ഒക്കെ ക്ലോസ് ആണ്. ഇപ്പോൾ ഞങ്ങൾ ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ എൻട്രൻസ് മാറിയിട്ട് അവിടുന്ന് കുറേ ഇങ്ങോട്ട് ഇടത്തോട്ട് മാറിയിട്ട് ഇവിടെയാണ് വന്നത്. ഏതായാലും ഫൈനലി ചെങ്കോട്ട് എത്തിയിട്ടുണ്ട്. അത് മാത്രം മതി. റെഡ് ഫോർട്ട്, ലാൽ കില. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ ജുമാ മസ്ജിദിലോട്ട്. കുറച്ച് സമയം നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ക്രൗഡുണ്ട്. സിംഗിൾ ഫോട്ടോ എടുക്കാൻ നല്ല പണിയുണ്ട്. അവസാനം ഞങ്ങൾ ലാൽ കിലയുടെ വിട പറഞ്ഞ് നേരെ ജുമാ മസ്ജിദിലോട്ട്. പിന്നെ മാർക്കറ്റിലോട്ട് പോകണം, പിന്നെ ജുമാ മസ്ജിദിലോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാശ്മീരി ഗേറ്റിലോട്ട്. പിന്നെ മെല്ലെ മുന്നോട്ട് പോവാണ്. ഗുരുദ്വാര അവിടെ കാണുന്നുണ്ട്, അതാണ് ഗുരുദ്വാര. ഇത് ടെമ്പിള്. ഓക്കെ, നല്ല അസ്തമയത്തിൻ്റെ നല്ല രസമുണ്ട് അത് കാണാൻ. ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, എത്ര കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണാവോ. അത് നല്ല പഴക്കമുണ്ട് കേട്ടോ ബിൽഡിങ്ങിന്. ഇവിടെ വേറെ ബോർഡ് കണ്ടത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഇതിലെ വണ്ടികൾ വരാൻ പാടില്ല. ഏത് വണ്ടിക്ക് വരാൻ പാടില്ല. അവിടെ കുറേ സൈക്കിൾ റിക്ഷ ഉണ്ട്, അതല്ലാത്ത വണ്ടികളായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 20,000 രൂപ മാത്രമേ ഫൈനുള്ളൂ. ചെറിയ ഫൈനല്ലേ. സൈക്കിൾ റിക്ഷയ്ക്ക് ഒരു ലിമിറ്റും ഇല്ല, അത്ര സൈക്കിൾ റിക്ഷകളുണ്ട് ഇവിടെ. ഓ തമ്പുരാൻ, നേരന്ന് പരന്ന് കിടക്കുന്നുണ്ട്. ഡൽഹി ജുമാ മസ്ജിദ്. മഞ്ഞുണ്ടോ? ഡൽഹി ജുമാ മസ്ജിദ് ഗേറ്റ്. എത്ര പ്രാവശ്യം വന്നാലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടാൽ മതിയാവില്ല. പിന്നെയും കാണാൻ പ്രത്യേകം നോക്കിപ്പോ. ഒരു കുട്ടി വേണം, അതിൻ്റെ ഉമ്മ ഉപ്പൊക്കെ അവിടെ നോക്കി ചിരിക്കുന്നു. ആരും മരുന്നെടുക്കുന്നൊന്നുമില്ല. മോനെ സൂര്യാസ്തമയ സമയത്ത് ഗേറ്റ് 2-ലാണ് ഇപ്പോൾ വന്നത്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇവിടെ മസ്ജിദ്. ഇതാ ഇവിടെ ഒരു ഗേറ്റ്. സൂര്യാസ്തമയം ആയതുകൊണ്ടല്ലേ നല്ല രസമുണ്ട്. ഇന്നിങ്ങനെ ബാക്കിലിങ്ങനെ ഒരു മഞ്ഞ കളറിൽ നിൽക്കുന്ന സൂര്യനാണ്. നല്ല ക്രൗഡുണ്ട്. പള്ളി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് സൂര്യന് വീണ്ടും നല്ല പ്രകാശം വന്നു. അപ്പോൾ ഇവിടെ ഗേറ്റിൻ്റെ ഒരു വ്യൂ നോക്കിയാൽ അടിപൊളി. അതിന് മുകളിൽ പക്ഷികളിങ്ങനെ വട്ടം കൂടി പറക്കുന്നുണ്ട്. അടിപൊളി വ്യൂ കിട്ടി ഇവിടെ ഗേറ്റിന്. നല്ല എന്തോ ഒരു ആകാശം, എന്തോ ഒരു വേറെ ലെവലായി നിൽക്കുന്നൊരു ആകാശം. സമയം 7:45 ഞങ്ങൾ ജുമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കാശ്മീരി ഗേറ്റിലേക്ക് മെട്രോയിലാണ് പോകുന്നത്. 2 സ്റ്റോപ്പേ ഉള്ളൂ. 3ാമത്തെ സ്റ്റോപ്പ് ഇതാണ്, എന്താ പറയുക, കാശ്മീരി ഗേറ്റാണ്. അവിടെ എത്തിയിട്ട് ഏതൊരു ഗേറ്റ് നമ്പർ പറഞ്ഞ് അവിടെ എത്താൻ പറഞ്ഞ് ബസ് അവിടെ ഉണ്ട്, വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബസ് ഡ്രൈവറെ വിളിച്ചിരുന്നു, മാക്സിമം പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാൾക്ക് 21 ടിക്കറ്റ്. പിടി ഒരാൾക്ക് 21. എന്നാ പിടി പോ. എൻ്റെ 21, ഇനി എൻ്റെ 21. കാശ്മീർ ജമാ മസ്ജിദ് ടു കാശ്മീരി ഗേറ്റ്. ഓക്കെ, ഓപ്പൺ. ആ റെഡിലേക്കല്ലേ സ്കാനർ വെക്കാം. റെഡിലേക്ക് എടുക്ക്. ആയിട്ടാ എടുക്ക്. നേരെ ഒന്നുകൂടെ വെക്ക്. മെട്രോയിൽ കയറി. മെട്രോ പോകുന്നുള്ള പുറത്തൊന്നും കാണുന്നില്ല. ഒരു കംപ്ലൈൻറ്റ്. ഭൂമിൻ്റെ അടിയിൽ പോകുന്ന മെട്രോ എന്ത് കാണാനാണ് പുറത്തുള്ളത്? നമുക്ക് 2 സ്റ്റോപ്പേ ഉള്ളൂ. ജമാ മസ്ജിദിൽ കയറി ലാൽ കില, നെക്സ്റ്റ് കാശ്മീരി ഗേറ്റ്. അടുത്ത സ്റ്റോപ്പ് ഇറങ്ങാനായി. ആ കാണുന്നത് മെട്രോൻ്റെ ബിൽഡിംഗ് ആണ്. മെട്രോ ഇറങ്ങിയിട്ട് നേരെ ഇവിടെ ബസ് ടെർമിനലെത്തി. പിന്നെ ഇവിടെയും ലഗേജ് ചെക്കിംഗ് ഉണ്ട്, സ്കാനിങ് ഉണ്ട്. ബാഗ് ഞങ്ങളെ ബസ്സുള്ള പ്ലാറ്റ്ഫോം 48 ആണ്. 48 തപ്പണം. പക്ഷേ ഇനിയും ബസ്സിനെയും വരാൻ ബസ് വരുന്ന പറഞ്ഞ സമയം 9:45. 8 മണി ആയിട്ടേ ഉള്ളൂ. ബസ്സൊക്കെ ഒന്ന് കൺഫേം ആയിട്ട് ബസ് കണ്ടതിന് ശേഷം
എന്തെങ്കിലും ഫുഡ് കഴിക്കണം. നാളെ രാവിലെ 10 മണിക്ക് എത്തുള്ളൂ. ഇപ്പോൾ ക്യാമറ ഓൺ ആക്കിയതെന്ന് അറിയാം. അടിപൊളി ബസ്സുകളുണ്ടാവും ഇവിടെ. ഞങ്ങൾക്കതൊക്കെ നല്ല ബസ് കിട്ടിയാൽ മതിയായിരുന്നു പഠിച്ചോനെ. പാക്കേജാണ് ഉള്ള ബസ്സൊക്കെ പൊളി ബസ്സാണ്.